യേശുവിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്നതിന് മൂപ്പന്മാർ സംഘം ചേർന്നു. അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കറിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു. യേശുവിനെ ഒറ്റുകൊടുക്കാൻ യൂദ മൂപ്പന്മാരുമായി ഗൂഢാലോചന നടത്തി. പ്രാർത്ഥിക്കാനായി യേശു യെരുശലേം വിട്ട് ഒലിവുമലയിലേക്ക് പോയി. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. വെറും 30 വെള്ളിക്കാശിനാണ് ഇസ്കറിയോത്ത് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടിയുള്ള തന്റെ മരണം അതിവേഗം അടുത്തു വരികയാണെന്ന് യേശുവിന് അറിയാമായിരുന്നതുകൊണ്ട് അവൻ പ്രാർത്ഥനയിൽ മുഴുകി. പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനും പ്രത്യക്ഷനായി. അവന്റെ വിയർപ്പിന്റെ കണങ്ങൾ ചോരത്തുള്ളി കണക്കെ നിലത്ത് വീണു. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കൂ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. യൂദാ, നീ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടത്തെയോ? വരൂ, പിടിച്ചു കെട്ടിവനെ. നിർത്ത്, മതി. ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായിട്ടാണോ നിങ്ങൾ എന്റെ നേരെ വരുന്നത്? ഞാൻ എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്റെ മേൽ കൈവച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു. പിടിച്ചു കെട്ടിവനെ. പടയാളികൾ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോയി. യഹൂദന്മാരുടെ രാജാവ് എന്ന് വിളിച്ചവനെ പരിഹസിച്ചു. ഇതാ രാജാക്കന്മാർ ധരിക്കുന്ന ഒരു അങ്കി. ഞങ്ങളോട് പറയൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പോവുകയാണോ മഹാരാജാവേ? അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പോവുകയാണോ? ആയിരക്കണക്കിന് ആളുകളുടെ ക്രൂശീകരണത്തിന് ഉത്തരവാദിയും ഏറ്റവും ദുഷിച്ച റോമൻ നാടുവാഴിയുമായ പൊന്തിയോസ് പീലാത്തോസിന്റെ അടുക്കിലേക്ക് അവർ യേശുവിനെ കൊണ്ടുപോയി. ഈ അതിരാവിലെ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഇവൻ ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുന്നു. ഇവൻ ദൈവാലയത്തിലെ ചന്തസ്ഥലത്ത് വലിയ ബഹളമുണ്ടാക്കി. ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അവനെ വിധിക്കൂ. ഞാൻ ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. ഞങ്ങൾ ഇവനിൽ കുറ്റം കണ്ടു. കൈസർക്ക് കരം കൊടുക്കേണ്ട എന്നും രാജാവാണെന്നും മനുഷ്യ ആണെന്നും ഒക്കെ ഇവൻ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവാണോ? അതെ, ഞാൻ തന്നെ. ഇവൻ ഗലീലയിലാണ് ആരംഭിച്ചത്, ഇപ്പോഴിതാ ഇവിടെയും വന്നിരിക്കുന്നു. ഈ മനുഷ്യൻ മരണയോഗ്യമായ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ ക്രൂരമായി അടുപ്പിച്ചു വിട്ടേക്കും. ഈ പ്രത്യേക ഉത്സവ സമയത്ത് നീ ഞങ്ങൾക്ക് ഒരുവനെ വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. ബറബ്ബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അതെ ഇവനെ ഒടുക്കി കളയൂ. അതെ അതെ, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവനെ ക്രൂശിക്കുക. അതെ, അവനെ ക്രൂശിക്കൂ. യേശുവിനെ ക്രൂശിക്കണമെന്ന് ജനങ്ങൾ അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പീലാത്തോസ് അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. കൊലക്കുറ്റത്തിനും ലഹളയ്ക്കും തടവിലാക്കപ്പെട്ടിരുന്ന ബറാബാസിനെ ജനങ്ങളുടെ അപേക്ഷപ്രകാരം വിട്ടയച്ചു. യേശുവിനെയാകട്ടെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു.
കണ്ടില്ലേ? ഇതാണ് യഹൂദരുടെ രാജാവ്. പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാജാവ് ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് ഈ രാജാവിന്റെ സ്ഥാനാരോഹണമാണ്. യഹൂദരുടെ രാജാവിനുള്ള കിരീടം വേഗം കൊണ്ടുവരൂ. ഇതാ രാജാവിനുള്ള കിരീടം. കണ്ടോളൂ, അങ്ങയുടെ കിരീടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിങ്ങ് കൊണ്ടുവാ, ഞാൻ തന്നെ അതിവന് ചാർത്തി കൊടുക്കാം. യഹൂദരുടെ രാജാവ് നീണാൾ വാഴട്ടെ, യഹൂദരുടെ രാജാവ് നീണാൾ വാഴട്ടെ. യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി. നിന്നെ അടിച്ചത് ആരാണെന്ന് നിനക്കൊന്ന് പ്രവചിക്കാമോ? നമുക്കിനി ഈ രാജാവിനെ തഴുകുത്തലോട് ഉറക്കണം. ആരംഭിക്കാം. പിതാവേ, എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിത്തരണമേ. എന്നാലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം അത് നിറവേറട്ടെ. ഇല്ലെങ്കിൽ ഇവന് കുരിശി ചുമക്കാനുള്ള ത്രാണി കാണില്ല. നമുക്കിവനെ ഘോഷയാത്രയായി കൊണ്ടുപോകാനുള്ളതാ. ആ കുരിശെടുത്ത് അവന്റെ ചുമലിൽ വെച്ചു കൊടുക്ക്. അവനത് ചുമക്കട്ടെ. നടക്ക്, ഇങ്ങോട്ട് നടക്ക് വേഗം. എന്റെ പൊന്നു മകനെ, എനിക്കിത് കാണേണ്ടി വന്നല്ലോ. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കിത് സഹിക്കാൻ വയ്യ. അമ്മ കണ്ടോ? മകളെ, കരയണ്ട, വിഷമിക്കാതിരിക്കൂ. ഇവിടെ വാ. എന്താ നിന്റെ പേര്? ശിമയോൻ. ആ കുരിശെടുത്ത് ഇവന്റെ തോളിൽ വെച്ച് കൊടുക്ക്. ഇല്ലില്ല, അതൊന്നും എന്റെ ജോലിയല്ല. അതിന് വേറെ ആരെങ്കിലും നോക്ക്. ചെല്ലു, ആ മനുഷ്യനെ സഹായിക്കൂ. അയാൾ വിശുദ്ധനായ മനുഷ്യനാണ്. ഈ കുരിശ് ചുമക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം. ആ കുരിശെടുത്ത് ഇവന്റെ തോളിൽ വെച്ച് കൊടുക്ക്. ഇനി നീ ഇത് ചുമക്ക. ഗുരു, അങ്ങയുടെ മുഖം തുടിക്കാൻ എന്നെ അനുവദിച്ചാലും. ഗുരു, ഈ വെള്ളം കുടിച്ചാലും. നീ എന്താ വിചാരിച്ചത്? കടന്നുപോയി ഇവിടുന്ന്. നീ ഈ കുരിശും ചുമന്ന് ഞങ്ങളെ അനുഗമിക്കുക. ഇനി ഇത് ചുമക്കാനുള്ള ശക്തി ഇവനില്ല. ഇവനെ ഞങ്ങൾക്ക് ജീവനോടെ കുരിശിൽ തറയ്ക്കാനുള്ളതാ. എഴുന്നേൽക്ക്, നടക്ക്. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണം. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്തു കരയുകയും. എന്തെന്നാൽ വന്ധ്യകൾ
പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്തവർക്കും ഭാഗ്യമെന്ന് പറയുന്ന നാളുകൾ വരും. അന്ന് നിങ്ങൾ പർവ്വതങ്ങളോടും കുന്നുകളോടും നിങ്ങളുടെ മേൽ വീണ് നിങ്ങളെ മൂടിക്കളയുവാൻ അപേക്ഷിക്കും. പച്ചത്തടിയോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെന്തായിരിക്കും സംഭവിക്കുക? മതി നിന്റെ പ്രഭാഷണം. വേഗം നടക്ക്. അതാ ഗാഗുൽ തയ്യാറായി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇവരെ ക്രൂശിയാറ്റാനുള്ളതാണ്. വേഗം നടക്ക്. ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തുവാണ് നീയെങ്കിൽ കുരിശിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരിക. എങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. പിതാവേ, ഇവരോട് പൊറുക്കണമേ. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. മകനെ, എന്റെ പൊന്നു മകനെ, എനിക്ക് ദാഹിക്കുന്നു. കേട്ടില്ലേ? ദൈവപുത്രന് ദാഹിക്കുന്നു പോലും. ആ പഞ്ഞിയെടുത്ത് ആ വിനാഗിരിയിൽ മുക്കി അവന് കൊടുക്ക്. അവന്റെ ദാഹം മാറട്ടെ. കുടിക്ക്, നിന്റെ ദാഹം തീരട്ടെ. കണ്ടോ, അവന്റെ ദാഹം മാറിയ. എന്റെ മാംസത്തിന്റെ മാംസമേ, എന്റെ ഹൃദയത്തിന്റെ ഹൃദയമേ, എന്റെ മകനെ, നിന്നോടൊപ്പം മരിക്കാൻ ഈ അമ്മയെയും അനുവദിക്കൂ. സ്ത്രീയെ, ഇനി മുതൽ ഇതാണ് നിന്റെ മകൻ. മകനെ, ഇന്ന് മുതൽ ഇത് നിന്റെ അമ്മയാണ്. മകനെ, നിന്റെ അമ്മയെ നീ സംരക്ഷിച്ചു കൊള്ളണം. ഞാൻ കാത്തുകൊള്ളാം ഗുരു. എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചു? എല്ലാം പൂർത്തിയായി.
പിതാവേ, എന്റെ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്താണത്? എന്താണത്? ഓടിക്കോ, ഓടിക്കോ. എന്റെ മകനെ, നീ എന്നെ വിട്ടുപോയോ? ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. ഇവൻ നീതിമാനായിരുന്നു. നീതിമാനായിരുന്നു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്താമലയിൽ നിന്ന്